മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 22ാമത്തെ ദശകത്തിൽ 3ഉം 4ഉം ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. ശ്ലോകം 3ാമത്തെ ശ്ലോകം. സ മൃത്യുകാലേ യമരാജകിങ്കരൻ ഭയങ്കരം സ്ത്രീനഭിലക്ഷയൻ ഭിയാ പുരാമനഃ സ്മൃതിവാസനാബലജുഹാവ നാരായണനാമകം സുതം. അജാമിളൻ്റെ കഥയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. 2 ശ്ലോകം കഴിഞ്ഞു. നല്ല ഒരു ധാർമ്മികനായിട്ടുള്ള ഒരു ബ്രാഹ്മണൻ, ഗൃഹസ്ഥനായിരുന്ന ബ്രാഹ്മണൻ കുലടയായിട്ടുള്ളൊരു സ്ത്രീയുടെ സമ്പർക്കം കൊണ്ട് ആചാരങ്ങൾ സുധർമ്മങ്ങളൊക്കെ വിട്ട് ആ കുലടയോടൊത്ത് രമിക്കാൻ തുടങ്ങി. ഒടുവിൽ ഉണ്ടായതായ നാരായണൻ എന്നു പേരായ ഒരു പുത്രനിൽ വളരെ താല്പര്യം ആ ബ്രാഹ്മണൻ എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെയുള്ള അവസ്ഥയായി തീർന്നു. പക്ഷേ എങ്കിലും അദ്ദേഹത്തിന് തൻ്റെ നാരായണൻ എന്നു പേരായ പുത്രനിൽ വളരെ താല്പര്യം ഉണ്ടായിരുന്നു. ആ പുത്രനെ വളരെ ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞു. ഇനി സ മൃത്യുകാലേ, ഒടുക്കം മരണസമയം അടുത്തു. മൃത്യുകാലേ, മൃത്യുവിൻ്റെ സമയം എത്തിയപ്പോൾ, മൃത്യുവിൻ്റെ കാലം വന്നപ്പോൾ, മരണസമയം എത്തിയപ്പോൾ. മൃത്യുകാലേ സഹ യമരാജകിങ്കരാൻ ത്രീൻ, അവിടെ പദം മുറിക്കുമ്പോൾ ഭയങ്കരാൻ സ്ത്രീൻ അഭിലക്ഷയൻ എന്നാണ്. ഭയങ്കരാം സ്ത്രീൻ അഭിലക്ഷയൻ എന്നുള്ളത് പദം മുറിക്കുമ്പോൾ ഭയങ്കരാൻ സ്ത്രീൻ അഭിലക്ഷയൻ. ത്രീൻ അഭിലക്ഷയൻ, 3 പേരെ. ത്രയഃ എന്നുള്ളതിൻ്റെ ദ്വിതീയാണ്, ബഹുവചനാണ്. ത്രീൻ 3 പേരെ. എങ്ങനെയുള്ളതായിട്ടുള്ള 3 പേരെ? ഭയങ്കരാൻ, ഭയങ്കരന്മാരായിട്ടുള്ള, കാഴ്ചയ്ക്ക് തന്നെ വളരെ ഭീതികരന്മാരായിട്ടുള്ള. ഭയങ്കരം എന്നുള്ള ശബ്ദത്തിന് ശരിക്കുള്ള അർത്ഥം ഭയത്തെ ജനിപ്പിക്കുന്നവൻ എന്നാണ്. അതാണ് ആ ഭയങ്കരൻ എന്നുള്ളത് ശരിക്കുള്ള അർത്ഥത്തിൽ തന്നെയാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. ഭയങ്കരാൻ, ഭയങ്കരന്മാരായ, ഭയത്തെ ജനിപ്പിക്കുന്നതായ 3 പേരെ. എങ്ങനെയുള്ള ആരായിരുന്നു അവർ? യമരാജകിങ്കരാൻ, യമരാജാവിൻ്റെ കാലൻ്റെ കിങ്കരന്മാരായിട്ടുള്ള, യമൻ്റെ കിങ്കരന്മാരായിട്ടുള്ള 3 പേര്, യമഭടന്മാർ 3 പേര് കണ്ടു. ഭയങ്കരമായ രൂപത്തോടു കൂടിയ 3 യമകിങ്കരന്മാരെ കണ്ടു. അഭിലക്ഷയൻ, എന്താണ് അഭിലക്ഷയൻ? കാണുന്നവനായിട്ട്, നേരിട്ട് തൻ്റെ നേരെ നിൽക്കുന്നതായിട്ടുള്ള 3 അഭി എന്ന് പറയുമ്പോൾ ആ അഭിമുഖം ആയിട്ടുള്ള എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ അഭി എന്നുള്ളത്. അഭിലക്ഷയൻ, ലക്ഷിക്കുക എന്ന് വെച്ചാൽ കാണുക. തൻ്റെ മനസ്സുകൊണ്ടായാലും കണ്ണുകൊണ്ടായാലും എന്തായാലും രക്ഷിക്കുക എന്ന് വെച്ചാൽ കാണുക, അറിയുക എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. അഭിലക്ഷയൻ, ത്രീൻ അഭിലക്ഷയൻ, 3 പേരെ നേരിട്ട് കണ്ടതായിട്ട്, അഭിമുഖമായിട്ട്, തനിക്ക് അഭിമുഖമായിട്ട്, അതായത് തന്നെ വലിച്ച് കൊണ്ടുപോകുവാനായിട്ട് തയ്യാറായി നിൽക്കുന്ന 3 യമകിങ്കരന്മാരെ, അതിഭയങ്കരമായ രൂപത്തോടു കൂടിയ 3 പേരെ അഭിലക്ഷയൻ കണ്ടിട്ട് ഭിയാ, ഭയം കൊണ്ട്, ഭീഹി ഭയം, ഭിയാ ഭയം കൊണ്ട്, തൃതീയാണ് അതിൻ്റെ ഭീ എന്നുള്ളതിൻ്റെ തൃതീയ. ഭയം കൊണ്ട് ആ വളരെ പേടി ചെയ്യങ്ങട് 3 യമകിങ്കരന്മാരെ, അതിഭയങ്കരന്മാരായിട്ടുള്ള 3 യമകിങ്കരന്മാരെ തൻ്റെ നേരിട്ട് മുമ്പിൽ കണ്ടപ്പോൾ വളരെ പേടിച്ചിട്ട് ഭിയാ, പേടിച്ചാൽ എന്താ വിളിക്കുക, എന്താ ചെയ്യുക? തനിക്ക് താല്പര്യമുള്ള ആരെങ്കിലും വിളിക്കും, വയ്ക്കുക. ശബ്ദം പൊങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ വിളിച്ചു കൊണ്ട് നിലവിളിക്കും. അതാണല്ലോ പേടി ഉണ്ടാവുമ്പോൾ ചെയ്യുക. അപ്പോൾ ഈ അജാമിളൻ എന്തു ചെയ്തു? പുരാ മനാഖ് ത്വൽസ്മൃതി വാസനാബലാൽ ജുഹാവ നാരായണനാമകം സുതം. നാരായണനാമകം സുതം ജുഹാവ, നാരായണൻ എന്നു പേരായ തൻ്റെ പുത്രനെ ജുഹാവ വിളിച്ചു. ജുഹാവ എന്നുള്ളത് വിളിച്ചു എന്ന ഹോയ് എന്നുള്ളതായിട്ടുള്ള ധാതു, അതിൻ്റെ ലിട്ടാണ് ഭൂതകാലാർത്ഥം. ജുഹാവ വിളിച്ചു. നാരായണൻ എന്നു പേരായ, നാരായണ നാമകം, നാരായണൻ എന്നു പേരായ പുത്രനെ സുതം ജുഹാവ വിളിച്ചു. എന്താണ് എങ്ങനെ ഈ നാരായണനെ എന്ന് വിളിക്കാൻ തോന്നിയത് എന്ന് ചോദിച്ചാൽ അതിന് സമാധാനം പറയുകയാണ്. പുരാ മനാഖ് ത്വൽസ്മൃതി വാസനാബലാൽ, പുരാ പണ്ട്, മനാഖ് കുറഞ്ഞൊന്ന്, ത്വൽസ്മൃതി അങ്ങയുടെ സ്മരണ ഉണ്ടായിരുന്നു. അതായത് വളരെ ധാർമ്മികനായിട്ടുള്ള ഒരു ബ്രാഹ്മണനായിരുന്നു അദ്ദേഹം എന്ന് പറയുണ്ടായി. ഈ കുലടയായിട്ടുള്ള സ്ത്രീയുടെ സംയോഗം കൊണ്ടാണ് അദ്ദേഹത്തിന് ആ സ്വധർമ്മങ്ങളൊക്കെ വിട്ട് ഒരു ചണ്ടാലൻ്റെ
വൃത്തി സ്വീകരിക്കാനായിട്ടുള്ള ഇടവന്നത് ആ കുലടയായിട്ടുള്ള സംസർഗം കൊണ്ടാണ്. അതല്ലെങ്കിൽ അദ്ദേഹം വളരെ ധാർമ്മികനായിട്ടുള്ളൊരു ബ്രാഹ്മണനായിരുന്നു. അദ്ദേഹത്തിന് ഭക്തി, ദൈവചിന്ത ഒക്കെ നല്ലോണം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളതായിട്ടുള്ളൊരു ബ്രാഹ്മണന് ഇങ്ങനെയായിപ്പോയി. പക്ഷെ അതിൻ്റെ വാസന, പണ്ടത്തെ ഒരു വാസനയുണ്ടല്ലോ, ആ ഭഗവത് ഭക്തി ഉണ്ടായിരുന്നതിൻ്റെ ഒരു വാസന, മനാഖ് കുറഞ്ഞൊന്ന് അതിൻ്റെ സംസ്കാരം ഉണ്ടായതുകൊണ്ട് മനാഖ് ത്വൽസ്മൃതി വാസനാബലാത്, ത്വൽസ്മൃതി അങ്ങയെ സ്മരിക്കുകയുണ്ടായിട്ടുണ്ട്. അതിൻ്റെ വാസന സംസ്കാരം, അതിൻ്റെ സംസ്കാരം ഉണ്ടായിരുന്നത് കൊണ്ട്, അതിൻ്റെ ശക്തി കൊണ്ട്, മുൻപ് ഉണ്ടായിരുന്നതായ, ചെറുതായിട്ടാണെങ്കിലും ഉണ്ടായിരുന്നതായ ഭഗവത് ഭക്തിയുടെ വാസന സംസ്കാരം, അതിൻ്റെ ശക്തി കൊണ്ട് മനാഖ് എന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന്, മനാഖ് ത്വൽസ്മൃതി വാസനാബലാൽ, അങ്ങയുടെ സ്മരണം പണ്ട് ഉണ്ടായിരുന്നതിൻ്റെ വാസന സംസ്കാരത്തിൻ്റെ ശക്തി കൊണ്ട്, വാസനാബലാത് ജുഹാവ നാരായണ നാമകം സുതം, ആ നാരായണൻ എന്നുള്ളതായിട്ടുള്ള പുത്രനെ, നാമകം എന്നു പേരായ പുത്രനെ ജുഹാവ വിളിച്ചു. അതായത് പേടിച്ചിട്ട്, ഈ യമകിങ്കരന്മാരെ കണ്ടപ്പോൾ പേടിച്ചപ്പോൾ പെട്ടെന്ന് വിളിക്കാൻ തോന്നിയത് തൻ്റെ മകനായിട്ടുള്ള ആ നാരായണനെയാണ്. ആ നാരായണൻ എന്നു പേരായിട്ടുള്ള പുത്രനെ ഉറക്കെ വിളിച്ചു. അങ്ങോട്ട് നാരായണ നാമകം സുതം ജുഹാവ, പേടിച്ചപ്പോൾ ആ വായിന്ന് പുറപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ഈ പുത്രൻ്റെ പേരാണ് പുറപ്പെട്ടത്. നാരായണൻ എന്നു പേരായിട്ടുള്ള പുത്രൻ്റെ പേരാണ് പുറപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന്. അങ്ങനെയുള്ളതായിട്ടുള്ള പുത്രനെ വിളിച്ചു എന്നാണ് അതാണ് പറയുന്നത്. ഭാഗവതത്തിലൊക്കെ പറയുന്നത് അതാണ്. എന്തൊക്കെയോ മുൻപ് ചെയ്തിട്ടുള്ളതായിട്ടുള്ള ആ പുണ്യം കൊണ്ട്, ആ ധാർമ്മികമായിട്ടുള്ള ജീവിതം നയിച്ചിരുന്നത് കൊണ്ട്, മുമ്പുണ്ടായിരുന്നതായിട്ടുള്ള ഭഗവത് ഭക്തി കൊണ്ട് ആ സമയത്ത് വിളിക്കാൻ തോന്നിയത് ഈ നാരായണൻ എന്നുള്ളതായ പുത്രനെയാണ്. അപ്പോൾ ഉറക്കെ നാരായണ എന്നങ്ങോട്ട് വിളിച്ചു. ആ വിളി കേട്ടപ്പോൾ എന്താണ് ഉണ്ടായത് എന്ന് പിന്നത്തെ ശ്ലോകത്തിൽ പറയുന്നു. ദുരാശയസ്യാപി തദാസ്യ നിർഗതത്വദീയ നാമാക്ഷരമാത്ര വൈഭവാത് പുരോഭിവേതുർഭവദീയ പാർഷദാശ്ചതുർഭുജാ പീതപടാ മനോരമാ. അവിടെ തദാസ്യ നിർഗതം എന്നുള്ളതിന് തദാത്വ നിർഗതം എന്നുള്ളതും ഒരു പാഠഭേദമുണ്ട്. അത് പോട്ടെ. തദാസ്യ നിർഗതം ദുരാശയസ്യ അപി, ദുരാശയനായിരുന്നു. അപ്പോൾ അതായത് ഈ മരണസമയം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുദ്ധിയൊക്കെ മറിഞ്ഞു പോയിരുന്നില്ലല്ലോ. ഈ കുലളാസംസർഗം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ധാർമ്മികത എല്ലാം നശിച്ചു പോയിരുന്നു. ദുരാശയനായിരുന്നു, ദുഷ്ടമായ ആശയത്തോടു കൂടിയവനായിരുന്നു, ദുഷ്ടമായ ബുദ്ധിയോടു കൂടിയവനായിരുന്നു, മനസ്സോടു കൂടിയവനായിരുന്നു ഈ അജാമിളൻ. എങ്കിലും ദുരാശയസ്യ അഭി, അങ്ങനെയായിരുന്നുവെങ്കിലും, ദുരാശയനായിരുന്നു എങ്കിലും, ദുഷ്ടബുദ്ധി ആയിരുന്നു എങ്കിലും, തദാസ്യ നിർഗത ത്വദീയ നാമാക്ഷരമാത്ര വൈഭവാത്, തദാസ്യം അദ്ദേഹത്തിൻ്റെ മുഖത്തു നിന്ന്, അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന്, ആസ്യം എന്നുള്ളതിന് മുഖം എന്നും വായാന്നും രണ്ടും അർത്ഥമുണ്ട്. പക്ഷേ അത് ഏതായി അർത്ഥമായാലും മുഖം എന്നുള്ളതിനുണ്ട്, മുഖം എന്നുള്ള വായ എന്നുള്ള അർത്ഥത്തിലും പ്രയോഗിക്കാറുണ്ട്. അപ്പം അങ്ങനെ തദാസ്യ നിർഗതം, അദ്ദേഹത്തിൻ്റെ മുഖത്തിൽ നിന്ന്, അവൻ്റെ മുഖത്തിൽ നിന്ന് നിർഗതമായ, പുറത്തേക്ക് വന്നത്, വേണമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല, മകനെ വിളിക്കണമെന്നേ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷേ പുറത്തേക്ക് വന്നത് ഈ നാരായണൻ എന്നുള്ളതായിട്ടുള്ള ആ പുത്രൻ്റെ പേരാണ്. അപ്പം അത് അദ്ദേഹത്തിൻ്റെ ഭഗവാന്റെ പേരായിട്ട് മാറിയത്. ആ ഭഗവാന്റെ പേര് ആണ് സംഗതിവശാൽ ഈ അജാമിളൻ്റെ വായിൽ നിന്ന് പുറത്തേക്ക് വന്നത്. തദാസ്യ നിർഗത ത്വദീയ നാമാക്ഷരമാത്ര വൈഭവാത്, അദ്ദേഹത്തിൻ്റെ മുഖത്തിൽ നിന്ന്, വായിൽ നിന്ന് പുറത്തേക്ക് നിർഗതമായ, പുറത്തേക്ക് വന്നതായ ത്വദീയ നാമാക്ഷരമാത്ര വൈഭവാത്, ത്വദീയം അങ്ങയുടേതായ നാമാക്ഷരം, പേരിൻ്റെ അക്ഷരങ്ങൾ. അതേ ഉള്ളൂ. അദ്ദേഹത്തിനെ വിളിക്കുകയല്ല, ഭഗവാനെ വിളിക്കുകയല്ല ഉണ്ടായത്. പക്ഷേ ആ പുറത്തേക്ക് വന്നതായിട്ടുള്ള ആ അക്ഷരങ്ങൾ ഭഗവാന്റെ പേരായിരുന്നു. ത്വദീയ നാമം, അദ്ദേഹത്തിൻ്റെ ഭഗവാന്റെ പേരിൻ്റെ അക്ഷരങ്ങൾ. ത്വദീയ നാമ അക്ഷരമാത്ര വൈഭവാൽ, അതിൻ്റെ വൈഭവം കൊണ്ട്, അതിൻ്റെ ശക്തി കൊണ്ട്, അതിൻ്റെ ബലം കൊണ്ട് അങ്ങയുടെ പേരിൻ്റെ അക്ഷരങ്ങളാണ് പുറത്തേക്ക് വന്നത് എന്നുള്ളത് കൊണ്ട് ത്വദീയ നാമ അക്ഷരമാത്ര വൈഭവാൽ, അത്രേ വേണ്ടൂ എന്നുള്ളതാണ്. അറിഞ്ഞിട്ടായാലും അറിയാണ്ടേ ആയാലും ഭഗവാന്റെ പേര് ആ സമയത്ത് അങ്ങോട്ട് വിളിക്കാൻ തോന്നി ജാമിളന് എന്നുള്ളതാണ്. അങ്ങനെ അതിൻ്റെ വൈഭവം കൊണ്ട്, ശക്തി കൊണ്ട് പുരഹ അഭിവേദുഹു, മുൻപിൽ, പുരോഭിവേദുഹു പദം മുറിക്കുമ്പോൾ പുരഹ അഭിവേദുഹു, മുൻപിൽ തന്നെ, അദ്ദേഹത്തിൻ്റെ മുൻപിൽ, അഭിവേദുഹു
നേരിട്ട് വന്ന് ചാടി വീണു എന്നാ പറയണ. പപാത പേതതു പേതു എന്ന് വെച്ചാൽ വീണു എന്നാണ് അർത്ഥം. പപാതാന്ന് വെച്ചാൽ വീഴ അർത്ഥം തന്നെയാണ്. അപ്പോൾ ആ വീണു അഭിവേദുഹു, നേരിട്ട് മുമ്പിൽ അങ്ങ് വന്ന് വീണു. അത്ര വേഗം കഴിഞ്ഞു എന്നാണ്. വീഴ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കഴിയൂലോ. അതുമാതിരെ വളരെ വേഗത്തിൽ ഇവിടെ വിഷ്ണു പാർഷദന്മാരവിടെ വന്ന് വീണു, പ്രത്യക്ഷമായി എന്നാണ്. ആ വീഴണ പോലെയാണ് എന്നുള്ളത് കൊണ്ടാണ് അഭിഭേദുഹു എന്ന് തന്നെ അവിടെ പ്രയോഗിച്ചത്. പുരഹ അഭിഭേദുഹു ഭവതീയ പാർഷദാഹ. ആരാണ് മുമ്പിൽ വന്ന് ചാടി വീണത്? അഭിഭേദുഹു പദം മുറിക്കുമ്പോൾ പുരഹ അഭിഭേദുഹു ഭവതീയ പാർഷദാഹ. ഭവതീയ പാർഷദാഹ, ഭവതീയന്മാരായിട്ടുള്ള അങ്ങയുടേതായ പാർഷദന്മാർ, വിഷ്ണു പാർഷദന്മാരെ, വിഷ്ണുവിൻ്റെ പാർഷദന്മാരെ ഭവതീയ പാർഷദാഹ. വിഷ്ണുവിൻ്റെ പാർഷദന്മാർ അവിടെ മുമ്പിൽ അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടു, മുമ്പിൽ വന്ന് വീണു എന്നാണ് പറയണത്. എങ്ങനെയുള്ളതാണ് അവരുടെ ഇത് പറയാണ്? ചതുർഭുജാഹ. എല്ലാവരും വിഷ്ണുവിനെ പോലെ തന്നെ, മഹാവിഷ്ണുവിനെ പോലെ ചതുർഭുജന്മാരായിട്ട് 4 ഭുജങ്ങളോട് കൂടിയതാണ് ഈ വിഷ്ണു പാർഷദന്മാരൊക്കെ. അതായത് മുക്തി ലഭിച്ച് അവരവരുടെ നല്ല സൽക്കർമ്മങ്ങളെ കൊണ്ട്, ഭഗവത് ഭക്തി കൊണ്ട് മുക്തി ലഭിച്ച് ഭഗവാനുമായിട്ട് ഐക്യം പ്രാപിച്ചിട്ടുള്ളവരാണ് അവിടെ വൈകുണ്ഠത്തിലുള്ളവരെല്ലാവരും. അപ്പോൾ അങ്ങനെ ഭഗവാനെ പോലെ തന്നെ ഐക്യം പ്രാപിച്ചിട്ടുള്ളവരാണ് എല്ലാവരും. ചതുർഭുജന്മാരാണ്, 4 കൈകളോടുകൂടി. ചതുർഭുജാഹ പീതപടാഹ. എല്ലാവരും മഞ്ഞപ്പട്ട് ധരിച്ചിട്ടുള്ളവരാണ്. പീതമായ മഞ്ഞ നിറത്തിലുള്ളതായിട്ടുള്ള വസ്ത്രങ്ങൾ, പട്ടുവസ്ത്രങ്ങൾ ധരിച്ചിട്ടുള്ളവരാണ്. പീതപടാഹ മനോരമാഹ. എല്ലാവരും വളരെ സുന്ദരന്മാരായിട്ട്, മനസ്സിനെ സന്തോഷിപ്പിക്കുന്നവരായിട്ട്, അങ്ങനെ 4 പേര് വിഷ്ണു പാർഷദന്മാർ അവിടെ പ്രത്യക്ഷമായി എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. ദുരാശയസ്യാപി. അദ്ദേഹം ദുരാശയനായിരുന്നു എങ്കിലും, ദുഷ്ടബുദ്ധിയായിരുന്നു എങ്കിലും, മരണസമയത്ത് ദുഷ്ടബുദ്ധിയായിരുന്നു അദ്ദേഹത്തിന്. വേറെ ഭക്തിയൊന്നും അപ്പോഴും ഉണ്ടായിട്ടില്ല. പക്ഷേ ദുരാശയസ്യ അഭി, ദുരാശയനായിരുന്നിട്ടും തദാസ്യ നിർഗത ത്വദീയനാമാക്ഷരമാത്ര വൈഭവ. തദാസ്യം, അദ്ദേഹത്തിൻ്റെ ആസ്യത്തിൽ നിന്ന്, നിർഗതമായ വായിൽ നിന്ന് നിർഗതമായ പുറത്തേക്ക് വന്നതായ, വേണമെന്ന് വിചാരിച്ച് പറഞ്ഞതൊന്നും അല്ല എന്നുള്ളതാണ്. ആ വായിൽ നിന്ന് പുറത്തേക്ക് വന്നത് ഈ നാരായണ എന്നുള്ളതായിട്ടുള്ള പേരാണ്. അങ്ങനെ തദാസ്യ നിർഗതമായ, അവൻ്റെ മുഖത്തിൽ നിന്നും വായിൽ നിന്നും പുറത്തേക്ക് വന്നതായ ത്വദീയ നാമാക്ഷരം, അങ്ങയുടെ നാമങ്ങളുടെ, അങ്ങയുടെ പേരിൻ്റെ അക്ഷരങ്ങൾ, ആ അക്ഷരങ്ങളുടെ മാത്രം വൈഭവം കൊണ്ട്, ശക്തി കൊണ്ട്, തദീയമാ നാമാക്ഷരമാത്ര വൈഭവാ, അതിൻ്റെ ശക്തി ഹേതുവായിട്ട് പുരഹ അഭിഭേദുഹു, മുൻപിൽ അഭിഭേദുഹു വന്ന് വീണു. അതായത് പ്രത്യക്ഷമായി, പെട്ടെന്ന് മുമ്പിൽ പ്രത്യക്ഷമായി. ആര്? ഭവതീയ പാർഷദാഹ, അങ്ങയുടെ പാർഷദന്മാർ, അങ്ങയുടെ ഭൃത്യന്മാരായിട്ടുള്ള, അങ്ങയുടെ സഹകാരികളായിട്ടുള്ള ഭവതീയ പാർഷദാഹ ചതുർഭുജാഹ. എങ്ങനെയുള്ളവരായിരുന്നു അവർ? ചതുർഭുജാഹ, 4 കൈകളും, പീതപടാഹ മഞ്ഞവസ്ത്രം ധരിച്ചവരും, പടം എന്ന് വെച്ചാൽ വസ്ത്രം, പീതപടാഹ മഞ്ഞവസ്ത്രം ധരിച്ചവരും, മനോരമാഹ മനസ്സിന് രമിപ്പിക്കുന്നവരുമായ, സൗന്ദര്യം കൊണ്ട്, അത്യധികമായ സൗന്ദര്യം കൊണ്ട് മനസ്സിനെ ആനന്ദിപ്പിക്കുന്നവരുമായ ആ ഭവതീ പാർഷദന്മാർ, അങ്ങയുടെ പാർഷദന്മാർ അവിടെ പ്രത്യക്ഷമായി എന്ന് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. 2 ശ്ലോകം ഒന്നും കൂടിയും പറയാം. സമൃത്യുകാലേ യമരാജകിങ്കരൻ ഭയങ്കരം സ്ത്രീനഭിലക്ഷയൻ ഭിയാ പുരാവനസ്മൃതി വാസനാബലജുഹാവ നാരായണനാമകം സുതം. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. മരിച്ചിടും നേരമടുത്തു കണ്ടവൻ ഭയങ്കരർ 3 കാലകിങ്കരർ ഭജിച്ചു പണ്ടിത്തിരി നിന്നെയാഗുണൽ വിളിച്ചു നാരായണൻ എന്ന പുത്രനെ. ദുരാശയസ്യാപി തദാസ്യ നിർഗതത്വദീയനാമാക്ഷരമാത്ര വൈഭവാത് പുരോഭിവേദുർഭവദീയ പാർഷദാശ്ചതുർഭുജാ പീതപടാ മനോരമാഃ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. വിടാഗ്രനെന്നാലും അവന്റെ നാവിനാൽ ഭവാന്റെ നാമം വെളിവായ കാരണം ഉടൻ ഭവദ്ഭൃത്യരുമെത്തിയങ്ങഹോ ചതുർഭുജർ മഞ്ഞധരിച്ച സുന്ദരർ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.